പഠിക്കരുത്. നാളെ നിങ്ങൾ കേൾക്കുക, നാളെ നിങ്ങൾ വേറൊരാളോട് പറയാ, കണ്ടില്ലേ ബ്രദർ ഗുഹാധ്യാനത്തിൽ വന്ന് കൊടുക്കാൻ എന്ന് പറയുന്നുണ്ടെന്ന്. അത് പറഞ്ഞാൽ നിന്റെ അനുഗ്രഹം കട്ടിപ്പായി ഒരു സംശയമില്ല. കാരണം എന്താ, ദൈവം പറഞ്ഞതാണ് കൊടുക്കാൻ. അപ്പൊ അതിനെതിരായി നിൽക്കുന്നവരെ എങ്ങനെ ദൈവം ഭർത്താവ് നിങ്ങളെ സ്നേഹിച്ചു, ഭാര്യ ഭർത്താവിനെ സ്നേഹിച്ചു, ഭർത്താവ് ഭാര്യയെ സ്നേഹിച്ചു, അതുകൊണ്ട് ദൈവം കുഞ്ഞുങ്ങളെ നൽകി. ഹല്ലേലൂയ. ദൈവം അതിയായി ലോകത്തെ സ്നേഹിച്ചു, പരിശുദ്ധ മറിയത്തെ തെരഞ്ഞെടുത്തു, അവളുടെ ഉദരത്തിൽ ദൈവവചനം നിക്ഷേപിച്ചു, വിതച്ചു, നമ്മളെയൊക്കെ കൊയ്തു കർത്താവ്. നമ്മളെ കൊയ്യപ്പെട്ടവരാണ്, നമ്മൾ ഓരോ വിത്തുകളായിരുന്നു, നെല്ലുകളായി വളർന്നു, കൊയ്തെടുത്തു കർത്താവ്. സ്വർഗരാജ്യത്തിന്റെ അവകാശികളാക്കി മാറ്റി, അവകാശികളാക്കി മാറ്റി. മക്കളെങ്കിലോ അവകാശികളാണ്. എന്താ മക്കളാണെങ്കിൽ ഞാൻ ആദ്യമേ പറഞ്ഞു, ഞാൻ ഈ സ്തോത്ര കാഴ്ച കൊണ്ടോ ദശാംശം കൊണ്ടോ ഈ ഐറ്റംസ് കൊടുത്തോണ്ടൊന്നും അല്ല ഞാൻ ജീവിക്കുന്നത്. രാവുകളെ ഞങ്ങൾ അധ്വാനിച്ച് ബിസിനസ് ചെയ്ത് ആ പണം കൊണ്ടാണ് ജീവിക്കുന്നത്. ഈ പണം മുഴുവനും ശുശ്രൂഷയ്ക്കായിട്ടാണ് ചെലവാക്കുന്നത്. അതുകൊണ്ട് ആരും തെറ്റിദ്ധരിക്കുന്നത് ഞാൻ ഓപ്പണായിട്ട് പറയും. ഞാൻ ഇന്നലെ പറഞ്ഞു, നമ്മൾ കുറച്ച് സ്ഥലം മേടിച്ചിട്ടുണ്ട് ധ്യാന സെന്ററിന് വേണ്ടി. എന്റെ മറ്റൊരു സ്ഥലം പണയം വെച്ച് ലോൺ എടുത്തിട്ടാണ് മേടിക്കുന്നത്. അതിന് 10-25 ലക്ഷം രൂപ തന്നെ ഞങ്ങൾ മുടങ്ങി കഴിയും. അപ്പൊ ബാക്കിയുള്ള പണം നമുക്ക് വേണം. അപ്പൊ ആ പണമാണ് നമ്മള് ആൾക്കാരുടെ സ്പോൺസർഷിപ്പായിട്ട് ചോദിക്കുന്നത്. അപ്പൊ ഒരു സെന്റ് സ്ഥലത്തിന് 10,000 രൂപ വെച്ച് തന്നവരുണ്ട് ഇവിടെ ഈ കൂട്ടത്തിൽ. അതൊന്ന് കൈവന്നിച്ച് നേരത്തെ നിങ്ങൾ തന്നവര് പറഞ്ഞിരുന്നു. ആരോട് പറഞ്ഞു? നെഹെമ്യായോട് പറഞ്ഞു. ജെറൂസലം പട്ടണത്തിന്റെ പൊളിഞ്ഞു കിടന്ന മതില് നെഹെമ്യായുടെ കൂടെ കുറെ പേരെ കൊടുത്തു. നെഹെമ്യാ പണി പൂർത്തിയാക്കി. ജെറൂസലം പട്ടണം മതിൽക്കെട്ടുകൾ ഉണ്ടാക്കി. അതുപോലെ ദൈവവചനം പ്രസംഗിക്കപ്പെടുവാനും ധ്യാനിക്കുവാനും വേണ്ടി ഒരു സെന്റർ ആവശ്യമാണ്. അതിനു വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പൊ നിങ്ങളെ പോലെയുള്ള നല്ല സ്നേഹമുള്ളവര്, ദൈവരാജ്യത്തെയും യേശുവിനെയും അതിയായി സ്നേഹിക്കുന്നവര്, തന്റെ ഓഹരിയിൽ നിന്നും എന്തെങ്കിലും ഒരു കർത്താവേ നല്ലത് കൊടുക്കും. സന്തോഷമുള്ളവരുടെ ദൈവവചനം ഇങ്ങനെയാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നത് ഞാൻ നൽകുകയാണ്, ഞാൻ കൊടുക്കുകയാണ്, നിങ്ങൾ അത് സ്വീകരിക്കുന്നു. ഞാൻ വചനം വിതയ്ക്കുകയാണ്, നിന്റെ ഹൃദയത്തിൽ വിതയ്ക്കുകയാണ്. വിതക്കാരൻ വിതച്ചു, ചിലത് വഴിയുടെ സൈഡിൽ വീണു, ചിലത് പാടപ്പുറത്ത് വീണു, ചിലത് മുൾപ്പുറത്ത് വീണു, ചിലത് ഹൃദയത്തിൽ വീണു, നല്ല നിലത്തിൽ വീണു. ഈ പാടപ്പുറത്ത് വീണ വിത്തുകളുണ്ടല്ലോ, കാരണം അവർ കുറ്റം പറയുന്നവരാണ്.
അവരുടെ ഹൃദയം പാണയാ, ಅವರ ಹೃದಯ ಕಠಿಣವಾಗಿದೆ. അതുകൊണ്ട് ദൈവവചനം വളരത്തില്ല. ಅದರಿಂದ ಅವರ ಹೃದಯದಲ್ಲಿ ದೇವರ ವಚನ ಬೆಳೆಯುವುದಿಲ್ಲ. ഈ വയസ്സന് വീഴുന്നവരോ ಈ ದಾರಿಯಲ್ಲಿ ಬಿದ್ದಂತ ಬೀಜಗಳಿದೆ. കണ്ടത് കേൾക്കും പറയുന്നവരാ, കണ്ടിದ್ದೆಲ್ಲ ಹೇಳುವಂತವರು. അവര് കുറ്റം മാത്രമല്ല പറയുന്നത്, ಅವರು ದೂರುವುದು ಮಾತ್ರವಲ್ಲ, അവര് വാ തോരാതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ಅವರು ಸುಮ್ಮನೆ ಮಾತನಾಡ್ತಾ ಇದ್ದಾರೆ. അത് കാക്ക ഒതുങ്ങുന്നു. ಅದು ಹಾಗೆ ನಿಂತುಕೊಂಡು ചിലത് മുൾപ്പടർപ്പിൽ വീണവര് ಮುಳ್ಳುಗಳಲ್ಲಿ ಬಿದ್ದವರು ലോകപരമായിട്ട് ജീവിക്കുന്നവരാ. ಲೋಕದೊಂದಿಗೆ ಸಂಧಾನ ಮಾಡಿಕೊಂಡು കള്ളുകുടിയുടെ കൂടെ ജീവിക്കും, ಮದ್ಯಪಾನದಲ್ಲಿದ್ದಾರೆ, രംഗങ്ങളുടെ കൂടെ ജീവിക്കും, ಬೇರೆ ಕೆಲಸ ಮಾಡುವುದಕ್ಕೆ വ്യഭിചാരികളുടെ കൂടെ ജീവിക്കും, കള്ളന്മാരുടെ കൂടെ ജീവിക്കും. അതുകൊണ്ട് അവരെന്ന മുൾപ്പടർപ്പ് ഇവരെ ഞെരുക്കിക്കൊല്ലും. ಅದರಿಂದ ಆ ಮುಳ್ಳು ಗಿಡಗಳ ತರ ರೀತಿಯಲ್ಲಿ ಇವರನ್ನ ಅದು ಅಡಗಿ ಬಿಡುತ್ತವೆ. അവർക്ക് ദൈവവചനത്തിൽ വളരാൻ പറ്റത്തില്ല. ಅವರು ದೇವವಚನದಲ್ಲಿ ಬೆಳೆಯಲಿಕ್ಕೆ ಆಗುವುದಿಲ್ಲ. നല്ല നിലത്തിൽ വീണവർ, ಆದರೆ ಒಳ್ಳೆಯ ನೆಲೆಯಲ್ಲಿದ್ದವರು, നിങ്ങളെ പോലെയുള്ളവർ ನಿಮ್ಮದೇ ಇರುವವರು ദൈവവചനം കേട്ട് ದೇವವಚನ ಕೇಳಿ ഈ വചനം ഹൃദയത്തിൽ വന്ന് ಈ ವಚನ ಹೃದಯಕ್ಕೆ ಬಂದು അത് വളരാൻ ആരംഭിക്കും. ಅದು ಬೆಳೆಯಲು ಪ್ರಾರಂಭಿಸುತ್ತದೆ. അത് വളരാൻ ആരംഭിക്കും. ಬೆಳೆಯಲು ಪ್ರಾರಂಭಿಸುತ್ತದೆ. അത് വളരാൻ ആരംഭിക്കും. ಬೆಳೆಯಲು ಪ್ರಾರಂಭಿಸುತ್ತದೆ. വളർന്ന് പന്തലിച്ച് ಅದು ಬೆಳೆದು ದೊಡ್ಡದಾಗಿ നിങ്ങൾക്ക് തന്നെ അതിന്റെ ഫലം തരും. ನಿಮಗೆ ಅದು ಫಲ ಕೊಡುತ್ತದೆ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സന്തോഷമുണ്ടോ? ಸಂತೋಷವಿದೆಯಾ? അപ്പോ ആരെങ്കിലും നിങ്ങളെ കുറിച്ച് വേറെ ആൾക്കാരുടെ കുറ്റങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ಯಾರಾದರೂ ನಿಮ್ಮ ಕುರಿತು ದೂರಿ ನಿಮಗೆ ആദ്യം നീ മനസ്സിലാക്കേണ്ടത് അവൻ പിശാചിന്റെ സന്തതി. ಮೊದಲು ನಾವು ತಿಳಿದುಕೊಳ್ಳಬೇಕು ಅವರು ಸೈತಾನನ ಸಂತತಿ. ദൈവത്തിന്റെ ആത്മാവ് കുറ്റം പറയത്തില്ല. ದೇವರ ಆತ್ಮನು ದೂರುವುದಿಲ್ಲ. ദൈവത്തിന്റെ ആത്മാവ് ഭാര്യയെ കുറിച്ചോ ഭർത്താവിനെ കുറിച്ചോ കുറ്റം പറയത്തില്ല. ದೇವರ ಆತ್ಮನು ಗಂಡನ ಕುರಿತು ಹೆಂಡತಿಯ ಕುರಿತು ದೂರ ಹೇಳಬೇಕು. ദൈവത്തിന്റെ ആത്മാവ് ആരെയും പഴിവെക്കത്തില്ല. ದೇವರ ಆತ್ಮನು ಬೇರೆ ಅವರಿಗೆ ತೊಂದರೆ ಉಂಟು ಮಾಡಲ್ಲ. ദൈവത്തിന്റെ ആത്മാവ് ആരെയും സുവിശേഷം പറയാൻ തടയത്തില്ല. ದೇವರ ಆತ್ಮನು ಯಾವುದೇ ವ್ಯಕ್ತಿಗೂ ಶುಭ ಸಂದೇಶ ಸಾಧಲು ತಡೆಯುವುದಿಲ್ಲ. ദൈവത്തിനെ സ്നേഹിക്കുന്നു, ದೇವರ ಆತ್ಮನು ನಿಮ್ಮನ್ನು ಪ್ರೀತಿಸುತ್ತಿದ್ದಾನೆ, നിങ്ങളെ ആദരിക്കുന്നു, ನಿಮ್ಮನ್ನು ಗೌರವಿಸುತ್ತದೆ, നിങ്ങളെ ബഹുമാനിക്കുന്നു, ನಿಮ್ಮನ್ನು ಗೌರವಿಸುತ್ತದೆ, നിങ്ങളെ വളർത്തുന്നു, ನಿಮ್ಮನ್ನು ಬೆಳೆಸುತ್ತದೆ, സമ്പന്നരാക്കുന്നു. ಸಂಪನ್ನರನ್ನಾಗಿಸುತ್ತದೆ. ഇതൊന്നും ചെയ്യാൻ പറ്റും പിശാച്. ಇದು ಯಾವುದು ಮಾಡಬಹುದು ಅವನು ಪಿಶಾಚನಿಗೆ. ഹല്ലേലൂയ. ശരി, ഞാനൊരു കാര്യം പറയാം. ನಾನು ನಿಮ್ಮನ್ನು ಹೇಳ್ತೇನೆ. അബുദാബിയിൽ വെച്ച് ಅಬುದಾಬಿಯಲ್ಲಿ ഒരു വലിയ പണക്കാരൻ, ಒಂದು ದೊಡ್ಡ ಶ್ರೀಮಂತ, അവരുടെ കൂടെ ഞാൻ ജോലി ചെയ്തു. ನಾನು ಅವರಿಗೆ ಕೆಲಸ ಮಾಡಿದೆ. അവരുടെ പാസ്റ്റർ ആയിരുന്നു. ಅವರ ಪಾಸ್ಟರ್ ನಾನಾಗಿದ್ದೆ. എത്ര ലക്ഷം വേണമെങ്കിലും എനിക്ക് എഴുതി തരും. ಎಷ್ಟು ಲಕ್ಷ ಬೇಕಾದರೂ ಬರೆದು ಕೊಡ್ತಾರೆ. ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. ಒಂದೇ ಒಂದು ಕಾರ್ಯ ಮಾಡಬೇಕು. അവരെ കുറിച്ച് ಅವರ ಕುರಿತು കള്ളപ്രവചനം പറയണം. ಅವರ ಕುರಿತು ನಾವು ಕಳ್ಳ ಪ್ರವಾದನೆಗಳನ್ನು ಮಾಡಬೇಕು. അവരെ കുറിച്ച് ಅವರ ಕುರಿತಾಗಿ ദൈവം പറയാത്ത കാര്യം പറയണം. ದೇವರು ಹೇಳದೆ ಒಂದು ಕಾರ್ಯಗಳನ್ನು ಹೇಳಬೇಕು. ഒരു ദിവസം എന്നെ വിളിച്ചു പറഞ്ഞു, ಒಂದು ದಿವಸ ನನ್ನ ಹೇಳಿದರು, പ്ലീസ് കം. ಪ್ಲೀಸ್ ಕಮ್. ഭയങ്കര ആദരവോ, എന്നൊക്കെ ഭയങ്കര ബഹുമാനമാണ്. ಬಹಳ ಗೌರವದಿಂದ ಕಾಣುತ್ತಾರೆ ಅವರು. അവർ വിളിച്ചു പറഞ്ഞു, ಅವರು ಕಾರ್ಯ ಹೇಳಿದರು. ഒരു ബ്ലാങ്ക് ചെക്ക് തന്നു, ಒಂದು ಬ್ಲಾಂಕ್ ಚೆಕ್ ഒപ്പിട്ടു. ಸೈನ್ ಕೂಡ ಮಾಡಿದ್ದಾರೆ. ടേക്ക് ഇറ്റ്. ಟೇಕ್ ಇಟ್. ഇഷ്ടമുള്ള സംഖ്യ എഴുതിയെടുത്തു. ತೆಗೆದುಕೊಂಡು ನೀವು ಇಷ್ಟ ಇರುವ ಸಂಖ್ಯೆ ಬರೆದು. പക്ഷെ ഒരു കണ്ടീഷൻ, ಅದು ಒಂದು ಕಂಡೀಷನ್. എന്നെ കുറിച്ച് നല്ലത് പ്രവചിക്കണം. ನನ್ನ ಕುರಿತು ಒಳ್ಳೆ ಪ್ರವಾದನೆ ಮಾಡಬೇಕು. ഞാനത് മേടിച്ചു. ನಾನು ಅದನ್ನು ಮಾಡಿಕೊಂಡೆ. അവരുടെ മുമ്പിൽ ഇത് കീറി. ಅದನ್ನು ಹರಿದೆ. കീറിയിട്ട് പറഞ്ഞു, ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ಅವರ ಮುಂದೆ ಅದನ್ನು ಹರಿದು ಒಂದು ನಿಮಿಷ ವೇಟ್ ಮಾಡಿ. നേരെ ടോയ്ലറ്റിൽ പോയി നേരെ ടാങ്കിಗೆ ಹೋದೆ. ഫ്ലഷ് കിട്ടി. ಫ್ಲಶ್ಗೆ ಹಾಕಿ. ഒരു ഫ്ലഷ് ചെയ്തു. ಅದನ್ನು ಫ್ಲಶ್ ಮಾಡಿ. നേരെ അത് പോയതോടെയൊക്കെ ಅದು ಎಲ್ಲಿಗೆ ಹೋಯಿತು ಗೊತ್ತಲ್ಲ? ഹല്ലേലൂയ. ಹಾಲೆಲೂಯಾ. That is me. പണത്തിന് വേണ്ടി ജീവിക്കുന്നവരാണ്. ಹಣಕ್ಕಾಗಿ ಬದುಕುವವರು ನಾನಲ್ಲ. അപ്പൊ നിങ്ങൾ 1 ലക്ഷം രൂപ എനിക്ക് തന്നു, ನೀವು 1 ಲಕ್ಷದಲ್ಲಿ ಕೊಡ್ತೀರಿ. ഇവര് 10,000 രൂപ തന്നു. ಇವರು 10,000 ರೂಪಾಯಿ. നിങ്ങളും ഇവരും എന്റെ മുമ്പിൽ ഒരാളാണ്. ಇಬ್ಬರು ഞാൻ ഒരുപോലെ സ്നേഹിക്കുന്നു. ಇಬ್ಬರು ವ್ಯಕ್ತಿಗಳು ನನ್ನ ಮುಂದೆ ಸಮವಾಗಿದ್ದರೆ ನನ್ನ ഒരാൾ ಸಮವಾಗಿ. 1.5 ലക്ഷം രൂപ തന്നാലും ಒಬ್ಬರು 1 ಲಕ್ಷ ಕೊಟ್ಟರು. 10 രൂപ തന്നാലും 10 ರೂಪಾಯಿ ಕೊಟ್ಟರು. എനിക്ക് അവരെ സ്നേഹിക്കാൻ പറ്റുന്ന ഒരേ അളവില്ല. ನನಗೆ ಅವರನ್ನು ಪ್ರೀತಿಸಲಿಕ್ಕೆ ಒಂದೇ അല്ലാതെ ಆಸೆ. ഇപ്പൊ കൂടുതൽ കാശ് വന്നു ഞാൻ അവനെ തൊള്ളക്കേറ്റിക്കൊണ്ട് നടക്കാമെന്ന് ഞാൻ പറയത്തില്ല. ನನಗೆ ಅವರು ಹೆಚ್ಚು ಹಣ ಕೊಟ್ಟಿದ್ದಾರೆ, ಅದನ್ನು ಹೆಗಲಲ್ಲಿ ಎತ್ತಿಕೊಳ್ಳುವುದರಿಂದ ನಾನು ಹೇಳುವುದಿಲ್ಲ. അത് പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷയല്ല, ಅದು ಪರಿಶುದ್ಧಾತ್ಮನ ಸೇವೆಯಲ್ಲ. അത് മുഖം നോക്കിയുള്ള ശുശ്രൂഷയാണ്. ಅದು ಮುಖ ನೋಡಿರುವಂತಹ മരിച്ചാലും ജീവിച്ചാലും ക്രിസ്തുവിന് വേണ്ടി ಮರಣದಿಂದ സത്യത്തിൽ ജീവിക്കും. ಸತ್ಯದಲ್ಲಿ
ഒന്നേ കർത്താവ്. Hallelujah. Hallelujah. Wonderful Jesus. Wonderful Jesus. Beautiful Jesus. Beautiful Jesus. Wonderful Jesus. Wonderful Jesus. Beautiful Jesus. Beautiful Jesus. കൈയ്യടിപ്പാട്ടെ. Wonderful Jesus. Wonderful Jesus. Beautiful Jesus. Beautiful Jesus. Hallelujah. 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 Wonderful Jesus. Wonderful Jesus. Beautiful Jesus. Wonderful Jesus. Wonderful Jesus. Wonderful Jesus. Beautiful Jesus. Beautiful Jesus. എന്നും എപ്പോഴും. നമ്മളെപ്പോഴും. Hallelujah. Hallelujah. സന്തോഷായോ? സന്തോഷായോ? അത് എഴുന്നേറ്റ് പ്രകാശിക്കുക. Come on. എഴുന്നേറ്റ് പ്രകാശിക്കുക. പ്രകാശിക്കുക. ആദ്യം എഴുന്നേറ്റ് അവാർഡ് ഇരുന്ന് എഴുന്നേറ്റ് പ്രകാശിക്കുക. ഞാൻ ഏൽക്കുകയല്ല, ഞാൻ എഴുന്നേക്കത്തില്ല, ഞാൻ വാശിയില്ല. ഇരുന്നേ. ആ അത് പറഞ്ഞേ. എഴുന്നേറ്റ് പ്രകാശിക്കുക. Praise God. Hallelujah. ചിലർക്കുണ്ടല്ലോ അഭിഷേകമതി. അഭിഷേകത്താൽ ഉപയോഗിക്കപ്പെടുന്ന ദൈവദാസനെ വേണ്ട. ಎಲ್ಲರಿಗೆ ಅಭಿಷೇಕದಿಂದ ಉಪಯೋಗಿಸಲ್ಪಡುವ